ഇന്നൊരു കളി വേണ്ട. എന്താ സിനിമ നിർത്തിയത്? ഇന്നിനി കളിയില്ല. ഞങ്ങളുടെ ഇന്ന് കാശും വാങ്ങിച്ച് പെട്ടിയിലിട്ടിട്ട് ഇന്നിനി കളിയില്ലെന്നോ? അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോ ഈ ടിക്കറ്റിന്റെ കുറ്റിയും കൊണ്ട് വന്നാ മതി. ഇവന്റെ കുറ്റിക്ക് ഒന്ന് കൊടുത്താൽ മതി, അപ്പൊ ഷോ തുടങ്ങും. ആരെന്ത് പറഞ്ഞാലും ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഷോ ഇല്ല. കാരണം കറണ്ട് ഇല്ല. അപ്പൊ അത് ലൈറ്റ് എത്തുന്നതോ? അത് ലൈറ്റിന്റെ ഇഷ്ടം. എന്തായാലും സിനിമ ഓടിക്കാൻ പറ്റില്ല. എന്താ ശരിക്കുള്ള പ്രോബ്ലം? പ്രൊജക്ടർ ഓടുന്നില്ല. എന്താ പ്രൊജക്ടറിന് കാലൊളിക്കും? ഇല്ല, പ്രൊജക്ടറിന് വയറിളക്കം. എന്നാ കുറച്ച് കടിഞ്ചായാലും നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അതിന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇളക്കം നിൽക്കും. വെറുതെ അതും ഇതും പറഞ്ഞ് ഒഴിയാൻ നിൽക്കണ്ട. എന്താ ഷോ ഇല്ലാത്തതെന്ന് അറിഞ്ഞേ തീരൂ. ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ പ്രൊജക്ടറിന്റെ ഗിയർ പോയി. പ്രൊജക്ടറിന് ഗിയർ? എന്റെ പ്രൊജക്ടറിന് ഗിയർ ഉണ്ട്, ക്ലച്ചുണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്. എന്താ സാറിന് കുഴപ്പമുണ്ടോ? ഓഹോ, ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ടർ ടാക്സി ആയിട്ട് ഓടിക്കാറുണ്ടോ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? അറിയണോ? വെറുതെ അയാളോട് വർത്തമാനത്തിന് പോണ്ട, നമുക്ക് പോവാം. വാ. ലോകത്ത് ഇതുവരെ കാണാത്ത ഒരു വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും. ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് 2 വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. അയ്യോ, ഇതെന്ത് പറ്റി? ഇത് ആര് പിടിച്ചിട്ട് പോപ്പെട്ട? നിങ്ങളൊന്ന് മോങ്ങാതെ എന്താ പറ്റിയെന്ന് പറ. പെട്ടെന്ന് എവിടുന്നാലും എനിക്കറിയില്ല, മുഖം മൂടിയിട്ട് 4-5 കള്ളന്മാർ എന്റെ മേൽ ചാടി വീണു. മുഖം മൂടിയോ? മുഖം മൂടിയിട്ട് കറുത്ത് ധരിച്ച 5-6 ഇരുമ്പന്മാര്. ഞാൻ ഒച്ച വെച്ചപ്പോ അതിലൊരുത്തൻ എന്നെ ഒത്തി പിടിച്ചു. മറ്റവനെ തുണി കയറ്റി എന്നെ അവിടെ കെട്ടിയിട്ടു. എന്നിട്ട് നിങ്ങൾക്ക് വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ തമ്പ്രാൻ കുഞ്ഞിന്റെ കോട്ടും സൂട്ടും കാശും പെട്ടിയും കൊടി എല്ലാം അവന്മാർ തൂത്തുവാരിക്കൊണ്ടേ മുറികളെല്ലാം കുത്തി മറിച്ച് തോക്കടക്കം കൊണ്ടുപോയി. തോക്ക്? ഇനി നോക്കിയിട്ട് എന്താണ് കാര്യം? ഈ മുടിഞ്ഞ നാട്ടിൽ വന്നപ്പോഴേ തുടങ്ങിയതാണ് ഓരോ ഏടാകൂടങ്ങൾ വന്ന് കയറല്. കഷ്ടകാലത്ത് അലക്കും ചെയ്ത കുന്തം പിടിച്ചിരിക്കുന്നവരെ എങ്ങോട്ട് പോരാൻ തോന്നുന്നു. ഇനി എന്തൊക്കെയാണാവോ അനുഭവിക്കാൻ പോകുന്നത്. ഷട്ടിയും കോളാൻ വരാവന്മാര് കൊണ്ടുപോയി. പുതിയതൊന്ന് വാങ്ങാനാണ് കയ്യിലിട്ട് കാശും ഇല്ല. വേറെ എന്തൊക്കെ പോയാലും കുഴപ്പമില്ല, തോക്ക് പോയാൽ ഭയങ്കര കുഴപ്പമാണ്. അതുകൊണ്ട് ആർക്കിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉത്തരവാദിത്തം ചെയ്യേണ്ടി വരും. എടോ, തനിക്ക് അവരെ കണ്ടാ മനസ്സിലാവോ? എങ്ങനെ മനസ്സിലാവാം? മുഖം മൂടിയിട്ട് കരിപൂതകളെ പോലെയല്ലേ വന്ന്. ഭൂതം തന്റെ ഒരു എന്തോ നാടോ ഇത്? ഇനി കുന്തോ നൂരിക്കളിയാറായിട്ടില്ലേ? എല്ലാം പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. ഇത് തോക്കല്ലേ, ഇങ്ങോട്ട് താ. ബാക്കിയെല്ലാം കിട്ടുന്ന വിലക്ക് ആക്കങ്ങൾ വിറ്റേ. ഞാൻ നിക്കറും ടീഷർട്ട് ഒന്ന് കഴിക്കണമെന്ന്. എന്തിന്? നിക്കർമേൽ എപ്പോഴും ചെളിയാ, ടീഷർട്ട് ആണെങ്കിൽ വേർത്ത് നാറി. എന്താ ചെയ്യാ? ഇനി ഇത് നനക്കാൻ പുഴ വരെ പോണം. കിണറ്റിലാണെങ്കിൽ കപ്പിയും കയറും ഇല്ല. എവിടെയെങ്കിലും കൊണ്ടുപോയെന്ന് നനച്ചോണ്ട് പാടോ. ഞാനിവിടെ പിറന്ന പടി നിൽക്കുക. മുണ്ടൂർ തന്നിട്ട് ഞാൻ പിന്നെ കോണം എടുത്തോണ്ട് പോകും. തനിക്ക് വയസ്സായില്ലോടോ. വയസ്സായി എന്നിട്ട് ഒന്നും എടുക്കാണ്ടിരുന്ന നാട്ടുകാർ തല്ലിക്കൊല്ലുന്നേ. വേഗം വരണം. അയ്യോ, എന്താ? ഒന്നുമില്ല. ആരാ? ഞാനാ. ഞാൻ മീനുവാ. വാതിൽ തുറക്ക്. എന്തിനാ? ഊണ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് നൂണ് വേണ്ട. അതെന്താ? നല്ല സുഖമില്ല. അയ്യോ, ഈശ്വരാ. അച്ഛാ, ആച്ചമ്മേ, അച്ഛാ, ആച്ചമ്മേ, ഓടി വാ. ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. എടോ കുറുപ്പേ, ഒന്ന് ഓടി വാടോ. എടോ കുറുപ്പേ. എന്താ എന്താ എന്താ? അച്ഛാ, എന്താ മോളെ? അച്ഛാ, കേണൽ സാറിന് എന്തോ പറ്റി? കേണൽ സാർ എന്തോ പറ്റിയത്? കേണൽ സാർ, കേണൽ സാർ, കേണൽ സാർ. അയ്യോ, താങ്ങാൻ പറ്റില്ല. ജനലിന്റെ അടുത്തേക്ക് വാ. വരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? കാലിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും, അതാ നടക്കാൻ വയ്യാത്തത്. അയ്യോ, അമ്മേനെ നിലവിളിക്കണം ഞാൻ കേട്ടു. എന്താടാ നോക്കി നിൽക്കുന്നത്? വാതിലടിച്ചു പൊളിക്ക്. വേണ്ട വേണ്ട വേണ്ട. വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. കേളൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാനാ കൗണ്ടറോട് സമാധാനം പറയേണ്ടത്. ചവിട്ടി പൊളിക്കടാ.
കുഴപ്പമില്ല, ഒന്നുമില്ല. നീ ഒന്ന് മാറിക്കേ, ഞാനൊന്ന് കാണട്ടെ. നീ ഒന്ന് മാറിക്കേ, എനിക്ക് കേരളനെ ഒന്ന് കാണണം. എന്താ സംഭവിച്ചത്? എനിക്ക് അറിയണം. എനിക്കൊന്ന് കേരളനെ കാണണം. നീ ഒന്ന് മാറ്. ഇവിടെ മാറിക്കടാ. ഇവിടെ എനിക്കൊന്ന് കാണണം. കണ്ടിട്ടേ വരുന്നുള്ളൂ. എനിക്ക് കേരളനെ ഒന്ന് കാണണം. ഞാൻ കണ്ടിട്ട് വരാം. നീ എന്നെ വിട്. എന്തോ പോ. ഞാൻ കണ്ട് കൂടാരാ നിന്റെ അച്ഛൻ. ചോറ് എടാ ആയിക്കോളാ. ഓ എന്താണോ ആലോചിക്കുന്നത്? ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാ. താനൊരു കാര്യം ചെയ്യും, ഒന്ന് കന്റോൺമെന്റ് വരെ പോയി കുറെ പണം എന്റെ ഉടുപ്പൊക്കെ എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വരുന്നതിനാ നമുക്ക് രണ്ടുപേർ കൂടി അങ്ങോട്ട് പോയാൽ പോരെ? എങ്ങനെ പോകും? ടിക്കറ്റിന്റെ കാശ് വേണ്ടേ? കള്ളവണ്ടി കയറാ. കൊള്ളാം, നല്ല ഐഡിയ. താൻ ജാതകം നോക്കേണ്ട കാര്യമില്ല, തന്റെ ജാതകം ഞാൻ പറഞ്ഞുതരാം. മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല, ജയിൽ വാസവും തനിക്ക് ഫലം. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത്. ഞാനൊരു വഴി പറഞ്ഞു എന്ന് മാത്രം, വേണ്ടേ വേണ്ട. എടോ, ഒരു വഴി പറഞ്ഞു തരാൻ പറഞ്ഞ പെരുവഴിയാണോ പറഞ്ഞു തരുന്നത്? രണ്ടും കൂടെ ഇവിടുന്ന് കെട്ടിയെടുത്താൽ പിന്നെ പാൽക്കാരനും അലക്കാരനും ആര് പൈസ കൊടുക്കും? പിന്നെ കേരളം വന്ന് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഓടിപ്പോയി എന്നുള്ള ചീത്ത പരിപാടി വേണം. ബാക്കി എല്ലായി. അങ്ങനെയാണെങ്കിൽ ടിക്കറ്റിന്റെ കാശ് ഇതിവിടെ ചക്രവലം തന്നോടല്ലേ പറഞ്ഞത്? നമുക്ക് അപ്പുറത്ത് ആച്ചമ്മയോട് കുറച്ച് കാശ് കടം വാങ്ങിയാലോ? താൻ എന്നെ നാറ്റിച്ചേ അടങ്ങും. നാണമില്ലടോ വല്ലവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടാൻ. ഇത്തിരി അന്തസ്വാഭിമാനം മാത്രമേ ബാക്കിയുള്ളൂ. താൻ അതും കൂടെ കളഞ്ഞു കുളിക്കും. പട്ടിണി കിടന്നാലും ശരി, കാലാണ് ആരോടും കടം വാങ്ങിക്കുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ പോകും? താൻ എങ്ങനെയെങ്കിലും പോകും, അന്നും എനിക്കറിയണ്ട. പിന്നെ കള്ളവണ്ടി എന്നെ വഴി. ആ എത്തിയോ? എല്ലാ തലത്തിലേക്ക് വെച്ചോളൂ. ആകപ്പാടെ ഉണ്ടായിരുന്ന ഷോർട്സ് കൊടുത്തിട്ട് താൻ പോയോ? പിന്നെ കോണ ഓർത്തോണ്ട് തീവണ്ടി കയറാൻ പറ്റുമോ? എത്ര രൂപ വേണ്ട? സാറ് എന്നാ മതി. ഉടനെ വരണമെന്ന് പറഞ്ഞ് പോയതല്ലേ? കുറെ നാളായല്ലോ പോയിട്ട്. നന്നായിട്ട് സൂചിച്ചിട്ട് വരികയാണല്ലേ? ആ നല്ല സുഖമായിരുന്നു അവിടെ ലോക്കപ്പില്. ലോക്കപ്പില്? അതെ, ജാതകം പറഞ്ഞ അച്ചട്ടായി. കാരാഗ്രഹവാസം കഴിഞ്ഞു. കള്ളവണ്ടി കയറിയതിന് സേലത്ത് വെച്ച് പോലീസ് പിടിച്ചു. ഈ രൂപത്തിൽ ഇപ്പൊ അവിടുത്തെ മുജ്ജന്മ സുഹൃത്തം. ആ അതെ, മടക്കയാത്രക്കുള്ള ടിക്കറ്റ്. ടിക്കറ്റ്? അതെ, അടിപിടി, മോഷണം, പോലീസ് കേസ്, ഇതുകൊണ്ട് ഒന്നും മതിയായില്ലേ? അപ്പൊ ഒക്കെ അറിഞ്ഞല്ലേ? ഒക്കെ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ പറഞ്ഞ എത്രയും പെട്ടെന്ന് ഈ മുടിഞ്ഞാടത്തുനിന്ന് പോണമെന്ന്. മറ്റന്നാൾ മടക്ക വേണ്ടിയുണ്ട്. അതിപ്പോ ഒരു 5, 6, 7 ദിവസം കഴിയാണ്ട് പോകാൻ പറ്റില്ല. എന്തേ? ആ കാലിതുവരെ ശരിയായിട്ടില്ല. അത് ശരിക്കും ശരിയായതിനു ശേഷം യാത്ര ചെയ്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ എല്ലാം ശരിയായിന്നല്ലേ പറഞ്ഞത്? വേദന എനിക്ക് ലേഖല്ലോ. ആ പാൽക്കാരനും മലക്കാരനും ഒക്കെ ഉള്ള കാശി അടുത്ത് വാങ്ങിച്ചോണം. ഗുഡ് ബൈ. പഴയ ഓർമ്മകൾക്ക് വിട, പുതിയ മോഹങ്ങൾക്ക്